ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമുക്ക് പുതിയ വീട്ടിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, ജയിക്കുന്നു, സുഖമായിട്ടിരിക്കുക, സന്തോഷമായിരിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു കുട്ടി ക്രാഫ്റ്റ് ആയിട്ടാണ്, അതും കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ക്രാഫ്റ്റ്. അപ്പോൾ അതെന്താന്ന് പറയാനാണ് നമ്മുടെ കയ്യിലിരിപ്പുണ്ട് ഈ സാധനം. ഇതാണ് നമ്മുടെ പോപ്പ് സ്റ്റിക്ക്, ഐസ്ക്രീം സ്റ്റിക്ക് എന്ന് പറയില്ലേ ഇത് കുറച്ച് വലുതാട്ടോ, വലിയ സ്റ്റിക്കാണ്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് സാധനം. അപ്പോൾ ഇതെങ്ങനെയുണ്ട്, വലുതല്ലേ പോപ്പ് സ്റ്റിക്ക്? ഇതന്നെ ചെറിയ സ്റ്റിക്കല്ല, നമ്മൾ കൂടുതലും ചെറിയ സ്റ്റിക്കാണ് കിട്ടാറുള്ളത്. അപ്പോൾ ഇതിപ്പോൾ വരുന്നുണ്ട് കേട്ടോ കടയിൽ. അപ്പം ഇത് വാങ്ങിച്ചാൽ നല്ല നല്ല ഭംഗിയായിരിക്കും. കളറൊന്നും ചെയ്യണ്ട, കാരണം കളറ് ഇത് കൊടുത്ത് വെച്ചിട്ടുള്ള കളർ സ്റ്റിക്സ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു അടിപൊളി സാധനം ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിന് ഇനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മൾ സപ്പോർട്ട് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ക്രാഫ്റ്റുകൾ എല്ലാവരും ചെയ്യട്ടെ, സന്തോഷത്തോടെ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് അത് ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്യട്ടോ. അതിൽ കുറച്ച് വീഡിയോസും റീൽസും ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ഫോട്ടോസും ഇടാറുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഇന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ചെയ്താലോ. അപ്പോൾ ഇത് നമ്മുടെ ബാസ്ക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കത്രിക, പെൻസില്, പോപ്പ് സ്റ്റിക്ക്, ബ്രഷ്, ടേപ്പ് എല്ലാം ഉണ്ട് കേട്ടോ. ഇത് സി ബേബിയുടെ പരിപാടിയാണ്. ഈ ബാസ്ക്കറ്റിൽ കൊണ്ട് ഇങ്ങനെ വെക്കുക എന്നുള്ള, ഈ സ്റ്റിക്ക് എടുക്കും, കുറച്ച് നേരം കളിക്കും, എന്നിട്ട് ആ ബാസ്ക്കറ്റിൽ കൊണ്ട് ഇതുപോലെ വെക്കും. അതാണ് എൻ്റെ പരിപാടി. അപ്പോൾ ഞാൻ ഈ ബാസ്ക്കറ്റിൽ നിന്ന് എല്ലാ പോപ്പ് സ്റ്റിക്കും എടുത്ത് പുറത്തിറക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് മാത്രമല്ല, കുറച്ചും കൂടെ പോപ്പ് സ്റ്റിക്ക് ഉണ്ട്. സംഭവം എനിക്ക് തോന്നുന്നു സി ബേബി എടുത്ത് വേറെ ബാസ്ക്കറ്റിൽ വല്ലതും വെച്ചിട്ടുണ്ട്, കുറച്ചും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും മതി നമുക്കിപ്പോൾ. അപ്പോൾ കണ്ടില്ലേ, വലിപ്പം കണ്ടില്ലേ, നല്ല വലിയ പോപ്പ് സ്റ്റിക്കാണ് ഈ സാധനം. ഇപ്പോൾ നമ്മുടെ സാധാ പോപ്പ് സ്റ്റിക്കും ഐസ്ക്രീം സ്റ്റിക്കും ഒക്കെ കിട്ടുന്ന കടയിൽ തന്നെ ഇത് വരുന്നുണ്ട്, കളർ ചെയ്തത് തന്നെ വരുന്നുണ്ട്. ഞാനിപ്പോൾ കാണിച്ചു തരാം. രണ്ടിൻ്റെയും വലിപ്പം കണ്ടില്ലേ. ഇത് സാധാ പോപ്പ് സ്റ്റിക്ക്, ഇത് നമ്മുടെ ഇപ്പോൾ വാങ്ങിച്ചിരിക്കുന്ന ഈ വീതിയുള്ള രണ്ടും കണ്ടില്ലേ, രണ്ടിനും നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അത് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പോപ്പ് സ്റ്റിക്ക് ചെറുതാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ എടുക്കണമെന്നേ ഉള്ളൂ നമുക്ക്. അപ്പോൾ ഇതാകുമ്പോൾ അത്രയും വേണം. 4 എണ്ണം എടുക്കുന്നിടത്ത് അവിടെ 8 എണ്ണോ 9 എണ്ണോ ഒക്കെ എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ 10 എണ്ണം എടുക്കേണ്ടി വരും ചെറുതാണെങ്കിൽ. ഇപ്പം ഞാനിവിടെ ദേ കണ്ടില്ലേ, ഇതുപോലെ കളേഴ്സ് ഇഷ്ടമുള്ള രീതിയിൽ അടുക്കാനല്ല, ഇഷ്ടമുള്ള കളേഴ്സിൽ എടുക്കാം. അപ്പോൾ ഇഷ്ടമുള്ള കളേഴ്സ് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് അടുക്കി വെക്കണം. പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നു 3 എണ്ണത്തിനേക്കാളും നല്ലത് 4 എണ്ണം എടുക്കുന്നതാണെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്കൊരു സംശയം, കാരണം കളേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ച് നോക്കി ഇഷ്ടം അനുസരിച്ച്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. കളേഴ്സ് ബ്ലൂ കഴിഞ്ഞിട്ട് യെല്ലോ വേണമെങ്കിൽ യെല്ലോ ചെയ്യാം, അല്ലെങ്കിൽ ഗ്രീൻ ചെയ്യാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി, എന്നിട്ട് എനിക്ക് അത്ര ഭംഗി തോന്നിയില്ല. അപ്പോൾ പിന്നെ ഞാൻ 4 എണ്ണം എടുത്ത് വെച്ചു, 4 എണ്ണം സ്റ്റിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ സ്റ്റിക്കിൽ നിന്ന് തന്നെ ഒരെണ്ണം എടുത്ത് ഇതുപോലെ നടുക്കൂടെ കട്ട് ചെയ്യാം. അപ്പോൾ നീളത്തിൽ കട്ട് ചെയ്തിട്ട് 2 കട്ട് ചെയ്യുമ്പോൾ 4 എണ്ണം കിട്ടും. എന്നിട്ട് നമുക്ക് ഈ ഒരു സ്റ്റിക്കർ അടുക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ബാക്ക് സൈഡായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ബാക്ക് സൈഡ് അതിങ്ങനെ ഒരുമിച്ചിരിക്കണമല്ലോ. അപ്പോൾ അതിനാണ് നമ്മൾ സപ്പോർട്ടീവായിട്ട് നമ്മൾ ബാക്ക് സൈഡിൽ സപ്പോർട്ട് കൊടുക്കുന്നതാണ്. ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ചെറിയ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒട്ടിക്കാം. ഞാനിപ്പോൾ ചെറുത് അധികം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് തന്നെ 4 കട്ട് ചെയ്തിട്ട് ഒട്ടിച്ച് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ 4 എണ്ണം 2 ഒരെണ്ണത്തിന് വെച്ചിട്ട് എടുക്കാം നമുക്ക്. അപ്പോൾ ദേ കണ്ടില്ലേ, ഇതുപോലെ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഗ്ലൂ ഗൺ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഫെവിബോണ്ടും ഫെവിക്കോളും ഇരുന്നോളും. സാധാ പേപ്പറിൽ ഉപയോഗിക്കുന്ന ഫെവിക്കോൾ എടുക്കാതെ തടിയൊക്കെ ഒട്ടിക്കുന്ന ഫെവിക്കോൾ ഉണ്ടെങ്കിൽ അത് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇരുന്നോളൂ കേട്ടോ. പിന്നെ ഫെവിബോണ്ടിലും ഇരുന്നോളും. ഇപ്പോൾ ഗ്ലൂ ഗണ്ണൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പരിപാടി കഴിയും, കാരണം നമ്മുടെ ക്രാഫ്റ്റുകാരുടെ കയ്യിൽ എന്തായാലും ഒരു ഗ്ലൂ ഗൺ അത്യാവശ്യമായി വേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലെ കളേഴ്സ് എടുത്തിട്ടുണ്ട് നമ്മൾ. വയലറ്റ്, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, ഈ ഇത്രയും കളേഴ്സാണ് എടുത്തിരിക്കുന്നത്. അത് 4 എണ്ണം വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്ക് സൈഡിൽ എങ്ങനെ ഒട്ടിക്കുന്നതെന്ന് കാണിച്ചു തന്നല്ലോ. അപ്പോൾ ഇനി വേണ്ടത്, നമ്മൾ കുറച്ച് കോഡ്സുകൾ എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം. പിക്ചേഴ്സ്, അതായത് ചെറിയതായിട്ട് പിക്ചേഴ്സ് വരയ്ക്കണമെങ്കിൽ അങ്ങനെ വരയ്ക്കാം. ഇപ്പം ഞാനിവിടെ കോഡ്സ് എഴുതുന്നത് ബി ഹാപ്പി എന്നാട്ടോ എഴുതിയിരിക്കുന്നത്. അത് നമ്മുടെ അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് എഴുതുകയാണ്. അതും ചെറിയ 0 ബ്രഷിലാണ് ഞാൻ എഴുതുന്നത്.
എഴുതുന്നത്. അപ്പോൾ ഈ കോഡ്സുകളൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഹോം, ലൈഫ്, ലവ്, അതുപോലെ തന്നെ ഹാപ്പിനെസ് ഒക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് കോഡ്സ് ഉണ്ട്. ഹോം നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് കോഡ്സ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ കോഡ്സ് അതിൽ നോക്കിയിട്ട് കാർബൺ കോപ്പി വെച്ചിട്ട് ട്രേസ് ചെയ്ത് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് എഴുതുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ ബി ഹാപ്പി, തിങ്ക് പോസിറ്റീവ്, ഇനി ഗീവ് ലവ് എന്ന് എഴുതുകയാണ്. അപ്പോൾ അത് മഞ്ഞ കളർ വെച്ച് കൊടുത്തത് വേറൊന്നുമല്ല, നമ്മൾ ഈ ചെയ്തിരിക്കുന്ന ബോർഡിൻ്റെ കളറിന് അതേ കളർ കൊടുക്കരുത്, മാറ്റി കൊടുക്കണം കേട്ടോ. അപ്പം നമ്മൾ ഗീവ് ലവ് കൊടുത്ത് ഇനി ഹാവ് ഫെയ്ത്ത് എഴുതുകയാണ്. അത് കഴിഞ്ഞ് കീപ് സ്മൈലിങ് എഴുതുക. അപ്പോൾ ഇത്രയും കോഡ്സാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ദേ ഞാനിപ്പോൾ റെഡ് കളർ വെച്ചിട്ട് എഴുതിയത് വേറൊന്നുമല്ല, യെല്ലോ കളറാകുമ്പോൾ റെഡ് കളർ എടുത്ത് വെക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എഴുതിയത്. അപ്പോൾ ഇനി കീപ് സ്മൈലിംഗ് എന്നും കൂടെ എഴുതിയാൽ തീർന്നു. അപ്പോൾ ഇതാദ്യം ഞാനിപ്പോൾ ഇങ്ങനെ ഒന്ന് ലൈറ്റായിട്ട് എഴുതിയിട്ട് കുറച്ചും കൂടെ ഒന്ന് നന്നായിട്ട് തിക്നെസ് കൂട്ടിയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് സമയം എടുത്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഉണങ്ങി വരണം. അപ്പോൾ ഇത്രയാണ് എഴുതിയത്. ബി ഹാപ്പി, തിങ്ക് പോസിറ്റീവ്, ഗീവ് ലവ്, ഹാവ് ഫേസ്, കീപ് സ്മൈലിങ്. ഇത്രയും ഞാൻ എഴുതി. ഇനി അതിന് കുറച്ചും കൂടെ ഭംഗി കൂട്ടാനായിട്ട് നമ്മൾ മെറ്റാലിക് ഷെയ്ഡ്, ഏതെങ്കിലും മെറ്റാലിക് ഷെയ്ഡ് കൊടുക്കുക. അപ്പോൾ ഗോൾഡ് എടുത്ത് വെച്ച് ഞാൻ എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുത്തു. അത് കൈ കൊണ്ടോ അല്ലെങ്കിൽ ബ്രഷ് കൊണ്ടോ ചുമ്മാ ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. കുറച്ച് ഭംഗി എടുത്തറിയാൻ വേണ്ടിയാണ്, ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ചെയ്യാം. അപ്പോൾ കുറച്ച് ഇതുപോലൊക്കെ തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നേരത്തെ വീഡിയോസൊക്കെ കാണാത്തവരാണെങ്കിൽ ഒന്ന് കാണുക, അത് സപ്പോർട്ട് ചെയ്യുക, കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു വൈറ്റ് ത്രെഡോ ജൂട്ട് ത്രെഡോ അതുപോലെ തന്നെ ഏത് വേണമെങ്കിലും വൂളൻ ത്രെഡോ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ കട്ടിയുള്ള തടിയിലാണ് നമ്മൾ ഇതുപോലെ ഹാങ് ചെയ്യുന്നെങ്കിൽ നമുക്ക് സ്ക്രൂ വെച്ചിട്ട് അല്ലെങ്കിൽ ഡ്രില്ലറോ എന്തെങ്കിലും വെച്ചിട്ട് ഹോൾ ചെയ്ത് കൊടുക്കാം. പക്ഷെ നമുക്ക് ഈ പോപ്പ് സ്റ്റിക്കിൽ ഡ്രില്ലർ യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഹോളിട്ട് കൊടുത്താൽ അത് വീണ്ട് കീറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്ര കട്ടിയില്ലല്ലോ, അപ്പം ഞാൻ ഇതുപോലെ ബാക്ക് സൈഡിൽ ഇതുപോലെ ഈ ഒരു ത്രെഡ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഒട്ടിച്ചു കൊടുക്കാൻ വലിയ പാടില്ല, ഗ്ലൂ ഗൺ വെച്ചിട്ട് അല്ലെങ്കിൽ ഫെവിബോണ്ട് ആയാലും മതി, ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി, അതവിടെ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ രണ്ട് സൈഡിലും ഹാങ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ത്രെഡ് ഒട്ടിച്ച് കഴിഞ്ഞു. അത് കുറച്ച് അകത്തി വേണം ഒട്ടിക്കാൻ കേട്ടോ, അടുപ്പിച്ചങ്ങോട്ട് ഒട്ടിക്കരുത്. കണ്ടില്ലേ, കുറച്ച് വിട്ടാണ് ഞാൻ ഒട്ടിച്ചിരിക്കുന്നത്. ആ ത്രെഡ് കാണാനും പറ്റണം, എന്നാൽ ഒരുപാടായി പോകാനും പാടില്ല. അപ്പോൾ ആ രീതിയിൽ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ലൊട്ടിലൊടുക്ക് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഭംഗി കൂട്ടാം കേട്ടോ. അപ്പോൾ ഇത് ഞാനിവിടെ കുറച്ച് മുത്തുകളും അതുപോലെ ഫ്ലവേഴ്സും അതുപോലെ കുറച്ച് കിട്ടുന്ന നമ്മുടെ മാലയിൽ നിന്ന് പോയ മുത്തായാലും മതി, അതുപോലെ കമ്മലുകളിൽ നിന്ന് പോയ ചെറിയ സ്റ്റഡുകളൊക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ച് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ചെയ്യാൻ പോണത് ഈ ബ്രഷിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് എല്ലായിടത്തും ഡോട്ട് ഇട്ട് കൊടുക്കുക. അത് വൈറ്റ് കളർ ഡോട്ടാണ്, കാരണം എല്ലായിടത്തും എല്ലാ കളേഴ്സിലും അറിയാൻ പറ്റുന്ന വൈറ്റ് കളറാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അത് വെച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എല്ലായിടത്തും നമ്മൾ ഡോട്ട് ഇട്ട് കൊടുക്കുക ഇതുപോലെ. കണ്ടില്ലേ, അപ്പോൾ ഭംഗി കൂടിയില്ലേ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് അത് കുറച്ചും കൂടെ ഭംഗിയാക്കാം കേട്ടോ. ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ച് കളേഴ്സിലുള്ള ഫ്ലവേഴ്സ് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ മുത്തുകളുണ്ടെങ്കിൽ മുത്ത്, സ്റ്റിക്കേഴ്സ് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ വേണ്ട നമ്മൾ ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കുകയാണെങ്കിൽ വരച്ചും കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. ഇതുപോലെ ഞാനിപ്പോൾ ബാൽക്കണിയിലാട്ടോ ഹാങ് ചെയ്തിരിക്കണത്. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ഹാങ് ചെയ്യാം. അപ്പോൾ അത് മുത്തുകളൊക്കെ കൂടുതൽ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം കേട്ടോ, നല്ല ഭംഗിയാക്കാം. ഇപ്പോൾ ഇതേ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഈ ഒരു പോപ്പ് സ്റ്റിക്ക് ചെറുതായാലും വലുതായാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. പിന്നെ നമ്മുടെ ഇൻസ്റ്റാ പേജ് കയറാത്തവരുണ്ടെന്ന് കണ്ടു നോക്കുക. അവിടെ ഞാൻ നമ്മുടെ ബാൽക്കണി ഫോട്ടോസും വീഡിയോസും പിന്നെ കുറച്ച് റീൽസും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെന്ന് കണ്ടു നോക്കുക. അതൊന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അഭിപ്രായങ്ങൾ അതിലൂടെ നിങ്ങൾക്ക് അറിയിക്കാം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.